ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ബഡീസ് ബൈക്ക് റേസ്. സോ ഇതിന്റെ ഫസ്റ്റ് ടെക്നിക്കൽ സൈഡ് വീഡിയോ ആണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എങ്ങനെ റെയർ ഗിയർ ട്യൂണിങ് വെറും 3 ഈസി സ്റ്റെപ്പിൽ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ഇന്ന് ഗിയർ ട്യൂൺ ചെയ്യാൻ പോണത് ഷിമാനോ SLX എന്ന് പറഞ്ഞ 11 സ്പീഡ് മോഡലിന്റെ ഗിയർ ട്യൂണിംഗ് ആണ്. പക്ഷേ ഏത് ഗിയർ ട്യൂണിംഗ് അല്ലെങ്കിൽ ഡിറെയിലേഴ്സ് എടുത്ത് നോക്കിയാലും കോൺസെപ്റ്റ് ഗിയർ ട്യൂണിങ്ങിന്റെ സെയിം തന്നെയാണ് വന്നത്. നമുക്ക് മേജർ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നത് ഷിഫ്റ്റേഴ്സിൽ ബാരൽ വരും, പിന്നെ ഡിറെയിലേഴ്സിൽ ഹയർ സ്ക്രൂ, ലോവർ സ്ക്രൂ, പിന്നെ ബി ടെൻഷൻ സ്ക്രൂ. ഈ 3 സ്ക്രൂസിലും പിന്നെ ബാരലിലുമാണ് ഗിയർ ട്യൂണിംഗ് നമ്മൾ പക്കയാക്കാൻ നോക്കുന്നത്. സോ ഗിയർ കേബിൾസ് റസ്റ്റഡ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഔട്ടേഴ്സ് റസ്റ്റഡ് ആണെങ്കിലും, അല്ലെങ്കിൽ ഫ്രജൈൽ ആണെങ്കിലും, റെയർ ഡിറെയിലർ ബെൻഡ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹാങ്ങേഴ്സ് ബെൻഡ് ഉണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങളുടെ സൈക്കിളിന്റെ ഗിയർ ട്യൂണിങ്ങിനെ നന്നായിട്ട് ബാധിക്കും. സോ ഗിയർ ട്യൂണിങ് ചെയ്യണേ മുമ്പ് ആദ്യം നോക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. എങ്ങനെയാണ് ഡിറെയിലർ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഷിഫ്റ്ററിൽ ഒരു കേബിൾ ഉണ്ട്. ആ കേബിള് നമ്മൾ ഈ ഡിറെയിലറിലാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡിറെയിലറിന്റെ ഉള്ളിൽ ഒരു സ്പ്രിങ്ങും ഉണ്ട്. ഈ സ്പ്രിങ്ങിന്റെ ടെൻഷൻ അനുസരിച്ചാണ് ഗിയേഴ്സ് ഓരോ സ്റ്റെപ്പ് നീങ്ങുന്നത്. സോ നമ്മുടെ കാസറ്റിന്റെ അപ്പർ കോഗിലും ലോവർ കോഗിലും ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യേണ്ടത് ലോവർ സ്ക്രൂവിലും ഹയർ ലിമിറ്റ് സ്ക്രൂവിലും ആണ്. SLX മോഡൽ വരുമ്പോൾ നമുക്ക് ഗിയർ ട്യൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂള് LNK ആണ്. അതേസമയം ഷിമാനോന്റെ കുറച്ചുകൂടി കുറഞ്ഞ ബേസിക് മോഡൽസിലേക്ക് വരുമ്പോൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആണ് നമ്മൾ യൂസ് ചെയ്യണം ഗിയർ ട്യൂണിങ്ങിന് വേണ്ടി. എല്ലാ ഡിറെയിലേഴ്സും ലോവർ ലിമിറ്റ് സ്ക്രൂവും ഹയർ ലിമിറ്റ് സ്ക്രൂവും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ആൽഫബറ്റ് L മാർക്ക് ചെയ്തേക്കുന്നത് ലോവസ്റ്റ് ലിമിറ്റ് സ്ക്രൂവിന്റെയും ആൽഫബറ്റ് H മാർക്ക് ചെയ്തേക്കണ ഹയസ്റ്റ് ലിമിറ്റ് സ്ക്രൂവിന്റെയും ആയിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈ സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ ഹൈ സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്മോളസ്റ്റ് കോഗും അതേപോലെ തന്നെ ജോക്കി വീലും തമ്മിലുള്ള അലൈൻമെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ആക്കാൻ പോകുന്നത്. ഹൈ സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണേ മുമ്പ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേബിൾ ലൂസ് ആക്കി ഇടാൻ പോകണം. സോ ഇതിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് 4mm LNK ആണ്. ചില ഡിറെയിലേഴ്സിൽ വന്നത് 5mm LNK ആയിരിക്കും. സോ ലൂസ് ആക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണ സ്റ്റെപ്പ് ഹൈ സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ ഹൈ സ്ക്രൂവിൽ നമ്മൾ എപ്പോഴും H മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ആ H മാർക്ക് ചെയ്തേക്കണ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സോ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലോവസ്റ്റ് കോഗിൽ നിന്ന് തൊട്ട് പൊക്കത്തേക്കുള്ള കോഗിലേക്ക് ചെയിൻ കയറും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അത് കയറി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ടൈറ്റ് ചെയ്ത ഹയർ സ്ക്രൂ തന്നെ ലൂസാക്കി കൊടുക്കണം. ചെറിയ ടേൺ വെച്ച്, ഒരു ഹാഫ് ടേൺ വെച്ച് ലൂസാക്കി എപ്പോഴാണ് നമ്മുടെ തിരിച്ച് ലോവസ്റ്റ് കോഗിലേക്ക് ഇറങ്ങണം അതുവരെ ലൂസാക്കി കൊടുക്കണം. ഇപ്പൊ എൻ്റെ തൊട്ട് പൊക്കത്തിൽ നിന്ന് നേരെ അടിയിലേക്ക് പഴയ പൊസിഷനിലേക്ക് ചെയിൻ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ജോക്കി വീലും നമ്മുടെ ഹയസ്റ്റ് കോഗും തമ്മിൽ അലൈൻ ആയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സോ നമ്മുടെ ഹയസ്റ്റ് ലിമിറ്റ് സ്ക്രൂ നമ്മൾ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാണ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാരൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബാരൽ അഡ്ജസ്റ്റ്മെന്റ് ബേസിക്കലി നമ്മുടെ ഹയസ്റ്റും ലോവസ്റ്റും ഗിയർ ഒഴിച്ച് ബാക്കി സെൻട്രലിലുള്ള എല്ലാ ഗിയേഴ്സിന്റെ ട്യൂണിംഗ് ആണ് ബാരൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണത്. സോ ചില ഡിറെയിലേഴ്സിൽ തന്നെ ബാരൽ വരും, ചിലതിൽ ഷിഫ്റ്റേഴ്സ് ബാരൽ വരും, ചിലതിൽ രണ്ടിലും ബാരൽസ് ഉണ്ടാവും. സോ നമ്മുടെ SLX മോഡൽ ഇപ്പൊ ബാരൽ നമുക്ക് ഡിറെയിലറിൽ കറന്റ്ലി ഇല്ല. സോ നമ്മൾ ബാരൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോണത് ഷിഫ്റ്റേഴ്സിലാണ്. 11th നിന്ന് 10th പ്രസ് ചെയ്യണത്, പക്ഷെ കയറിയില്ല. ഞാൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്തെങ്കിലും ഇവിടെ കയറിയിട്ടില്ല. സോ തൊട്ട് പൊക്കത്തേക്ക് കയറാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ബാരല് ക്ലോക്ക് വൈസ് നമ്മൾ തിരിക്കും, കുറച്ചും കൂടി തിരിക്കും, ഒന്നുകൂടി പ്രസ് ചെയ്ത് നോക്കും. ഇപ്പോഴും ഡിലേ ഉണ്ട്. സോ ഡിലേ ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് 11th തന്നെ ഇടുന്നു, ഒരു ടേൺ തിരിക്കുന്നു, പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കയറി. ഇപ്പൊ വലിയ പ്രശ്നമില്ല. 10th നിന്ന് 11th കയറാൻ ഈസി ആയിട്ട് കയറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അടിയിൽ നിന്ന് എങ്ങനെ പൊക്കത്തേക്ക് കയറാൻ ഉള്ള മെത്തേഡ് പഠിച്ച് ക്ലോക്ക് വൈസ് തിരിച്ചു ബാരൽ. അതേസമയം നമുക്ക് പൊക്കത്തുനിന്ന് അടിയിലേക്ക് ഗിയർ ഇറങ്ങണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ബാരല് ആന്റി ക്ലോക്ക് വൈസ് ആണ് തിരിക്കേണ്ടത്. സോ ഈ ഒരു സ്പെസിഫിക് ഗിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇറങ്ങണില്ല, ചെയിൻ താഴേക്ക് ഇറങ്ങണില്ല. ഞാൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നെങ്കിലും താഴേക്ക് ഇറങ്ങണം. സോ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇറങ്ങണ വരെ ബാരല് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു. ഇപ്പൊ ഇറങ്ങി വിടാം. സോ ആ ഗിയർ ട്യൂണിങ് നമുക്ക് പക്കയായി. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായ ഇഷ്യൂ ഇവിടെ ഇപ്പോൾ വന്നില്ല. പൊക്കത്തേക്ക് കയറാനുള്ള ഇഷ്യൂ 3rd സെക്കൻഡിലേക്കും കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കയറണില്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ബാരൽ അഡ്ജസ്റ്റ്മെന്റ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു, കറക്കിക്കൊണ്ട് തന്നെ. ഇവിടെ നോക്കുമ്പോൾ ആ പ്രോബ്ലം റെക്ടിഫൈ ഉണ്ട്. ഒന്നുകൂടി ചെക്ക് ചെയ്യണമെങ്കിൽ അതും നോക്കി നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന ഏറ്റവും ലോവസ്റ്റും ഏറ്റവും ഹയസ്റ്റും ഒഴിച്ച് ബാക്കി എല്ലാ ഗിയറിലും നോക്കണേണ്. ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ ഈ ചെയിനും പോകും തമ്മിൽ മുട്ടിയായിരിക്കണത്.
സോ ഇത് കുറച്ചും കൂടി ഈ ഡിറൈലർ കുറച്ച് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്താൽ നിൽക്കണം. സോ നമുക്ക് വേണ്ടത് ഈ ഡിറൈലർ ബാക്കിലേക്ക് വരണം തിരിച്ച്. സോ ആ ബാക്കിലേക്ക് വരാനുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു. ഇവിടെ ഒരു സ്പെസിഫിക് സൗണ്ട് ഉണ്ട്, ആ സൗണ്ട് മാറണ വരെ തിരിക്കണം. ഇപ്പൊ സൗണ്ട് മാറി. സോ ഇവിടെ നോക്കിയാൽ ഈ ചെയിനും ഈ കോഗും തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് ഇങ്ങോട്ട് ആയിട്ടുണ്ട്. സോ ആ ഇഷ്യൂ മാറി. സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്യൂ കാണിക്കുന്നുണ്ട്. സോ ആ ഗിയറിലേക്ക് സ്പെസിഫിക് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ബാരൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു, അതും റെക്ടിഫൈ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തൊട്ടൊന്ന് നോക്കാം. 11th നിന്ന് 10th, 9th, 8th, 7th, 6th, 5th, 4th, 3rd, 2nd. അടിയിൽ നിന്ന് പൊക്കത്തേക്കുള്ള ട്യൂണിങ് കറക്റ്റ് ആക്കി, വലിയ ഇഷ്യൂസ് ഒന്നും കാണിക്കാനുള്ള. ഏറ്റവും ലോവസ്റ്റ് ലിമിറ്റ് സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ് ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോണാണ്. സോ നമ്മുടെ ലോവസ്റ്റ് ലിമിറ്റ് സ്ക്രൂ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, L എന്നുള്ള മാർക്കിങ്. ഫസ്റ്റ് നമ്മൾ നോക്കണം ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നുണ്ടോ ഇല്ലയെന്ന്. ഇവിടെ നോക്കുമ്പോൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് കയറാനുള്ള. സോ ലോവസ്റ്റ് ലിമിറ്റ് സ്ക്രൂ കുറച്ച് ലൂസ് ആക്കുക, എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ലൂസ് ആക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നത്. സോ അത് ലോവസ്റ്റ് ലിമിറ്റ് സ്ക്രൂ ആന്റി ക്ലോക്ക് വൈസ് ഇരിക്കുക. ഇവിടെ പ്രോപ്പറായിട്ട് ഡിറൈലറും ഫസ്റ്റ് കോഗും തമ്മിൽ അലൈൻ ആയിട്ടുണ്ട്. ആ ഇഷ്യൂ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി എല്ലാ ഗിയേഴ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 11th നിന്ന് 10, 9, 8, 7, 6, 5, 4, 3, 2, 1. പൊക്കന്ന് അടിയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11. സോ നമ്മുടെ ഗിയർ ട്യൂണിങ് നമ്മൾ ലോവറും ഹയറും ബാരൽ അഡ്ജസ്റ്റ്മെന്റും ചെയ്തിട്ട് ഇപ്പോൾ പക്കയായിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും കാണിക്കുന്നില്ല, എല്ലാം ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യണത്. സോ നമ്മൾ പറഞ്ഞ 3 സ്റ്റെപ്പിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി ഉണ്ട് ഇതിൽ. അതാണ് ബി ടെൻഷൻ സ്ക്രൂവിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ബി ടെൻഷൻ സ്ക്രൂവിന്റെ അഡ്ജസ്റ്റ്മെന്റ് മേജർ സൈക്കിൾസിൽ അങ്ങനെ വരാറില്ല. അഥവാ വന്നെയാണെങ്കിൽ നമുക്കതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പറയണത്. സോ ഇവിടെ എച്ചും എല്ലും അല്ലാണ്ട് ഒരു സ്ക്രൂ ഉണ്ട്, അതാണ് ബി ടെൻഷൻ സ്ക്രൂ. സോ ചില ബി ടെൻഷൻ സ്ക്രൂ ഡിറൈലേഴ്സിലാണ് വന്നത്, ഡിറൈലറിന്റെ ടോപ്പ് ഭാഗത്തിൽ വന്നത്, ഹാങ്ങറിന്റെ അവിടെ ആയിട്ട്. സോ ഇതിൽ വന്നേക്കണത് ഈ ഒരു പോർഷനിലായിട്ടാണ് ബി ടെൻഷൻ സ്ക്രൂ വന്നേക്കണത്. സോ ബേസിക്കലി ബി ടെൻഷൻ സ്ക്രൂവിന്റെ തിയറി ഇത്രേ ഉള്ളൂ. ഏറ്റവും ലാർജസ്റ്റ് കോഗും അതേപോലെ തന്നെ പുള്ളിവീലും തമ്മിൽ 3 to 5 mm ഡിസ്റ്റൻസ് ഉണ്ടാവണം. ഇത് മാത്രം നോക്കിയാൽ മതി ബി ടെൻഷൻ സ്ക്രൂവിൽ. സോ ബി ടെൻഷൻ സ്ക്രൂ നമ്മൾ നോക്കണമെങ്കിൽ, ബി ടെൻഷൻ ലൂസ് ചെയ്യണമെങ്കിൽ ഡിറൈലർ ഫോർവേഡ് പോകുന്നു, അപ്പോൾ ഈ ഗ്യാപ്പ് വളരെ കുറയും. അതേസമയം ബി ടെൻഷൻ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഡിറൈലർ ബാക്കിലേക്ക് പുഷ് ആവണത്. ബാക്കിലേക്ക് പുഷ് ആകുമ്പോൾ നമ്മൾ കാണാം ഇവിടെ ഒരു 3 to 5 mm ഗ്യാപ്പാണ് നമുക്ക് വേണ്ടത്. ആ റിക്വയർഡ് ഗ്യാപ്പ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബി ടെൻഷൻ അഡ്ജസ്റ്റ്മെന്റ് നിർത്താം അവിടെ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 3 to 5 mm ഗ്യാപ്പ് നമ്മളിവിടെ ബി ടെൻഷൻ ടൈറ്റ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിക്വയർഡ് ഗ്യാപ്പ് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് ബേസിക്കലി റെയർ ഗിയർ ട്യൂണിങ്ങിൽ വന്ന കുറച്ച് ഭാഗങ്ങൾ. മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക, ലോവർ ലിമിറ്റ്, ഹയർ ലിമിറ്റ്, ബാരൽ അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ബി ടെൻഷൻ. ഈ ഒരു 4 സ്റ്റെപ്പാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് ഗിയർ ട്യൂണിങ്ങിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി, നമുക്ക് റെക്ടിഫൈ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.